ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു തനി മലബാർ. ഇന്ന് നമ്മളൊരു അടിപൊളി നാടൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ ആദ്യം തന്നെ ഒരു ബൗളിൽ കുറച്ച് ചിക്കൻ എടുത്ത് അതിൻ്റെ മേലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിന് ശേഷം നമ്മൾ ചില്ലി പൗഡറും അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് എന്നിട്ട് നമ്മളത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ചിക്കനിൽ നന്നായിട്ട് ഇങ്ങനെ പിടിച്ച് വരണം. എന്നിട്ട് നമ്മളത് കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ മാറ്റിയേക്കാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നല്ലപോലെ ചിക്കനിലേക്ക് ഇങ്ങനെ കയറും. അപ്പോൾ നമുക്ക് നല്ല സ്പൈസി ആൻഡ് എന്താ പറയുക അടിപൊളി ചിക്കൻ കിട്ടും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ ഒരു ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ മാക്സിമം കുറച്ച് ഒഴിക്കുന്നുള്ളൂ. കാരണം വെളിച്ചെണ്ണ അത്ര ഹെൽത്തി അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം യൂഷ്വലി എന്തുണ്ടാക്കുമ്പോഴും വെളിച്ചെണ്ണയുടെ അളവ് പരമാവധി കുറച്ചിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഫസ്റ്റ് ഉള്ളി നല്ലതുപോലെ അരിഞ്ഞു വെച്ച ഉള്ളിയാണ് ഫസ്റ്റ് ഇടുന്നത്. അപ്പോൾ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചിരവി വെച്ച തേങ്ങയാണ് ഇടാൻ പോകുന്നത്. അപ്പം നേരത്തെ ഇട്ട ഒരു ഉള്ളിയാണ് ഇട്ടത്. ഇപ്പം നമ്മൾ തേങ്ങ ചിരവി വെച്ചതെന്ന് വെച്ചാൽ മുക്കാൽ തേങ്ങയാണ് നമ്മൾ ചിരവി വെച്ചിട്ടുള്ളത്. അത് നമ്മൾ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒരു ഉള്ളി മുക്കാൽ തേങ്ങ. അപ്പോൾ ഇനി നമ്മൾ ഇത് ഇട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ വെളിച്ചെണ്ണയിലിട്ട് ഇങ്ങനെ വാട്ടി കൊടുക്കുക. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വാടി വരണം. ഓക്കെ, നമ്മളിനി അതിലേക്ക് ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, ഒരു 10-15 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ഇഞ്ചി ഇങ്ങനെ പീസാക്കി ഇട്ടതാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് പട്ട ഗ്രാമ്പൂ ഒക്കെ ചെറുതായിട്ട് കുറച്ച് അളവിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ആ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വഴറ്റിയെടുക്കുകയാണ്. ഇനി നമ്മളതിൻ്റെ മേലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ കണ്ട നമ്മുടെ തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ നല്ലപോലെ അത് വഴറ്റി നല്ലൊരു റെഡിഷ് ബ്രൗൺ കളറായിട്ടുണ്ട്, ഒരു ബ്രൗണിഷ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വേറൊരു പാൻ എടുത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച്, അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ കോക്കനട്ട് ഓയിൽ തന്നെയാണ് കേട്ടോ, ചൂടായി വരുമ്പോൾ അതിലേക്ക് വീണ്ടും ഒരു ഉള്ളി മുറിച്ചിട്ടത് ചേർത്ത് എൻ്റെ അത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. അപ്പോൾ ഉള്ളി ജസ്റ്റ് ഒന്ന് കളർ മാറാൻ ഇങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമ്മളതിനെ അടുത്തതായിട്ട് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഇങ്ങനെ ആ വെളിച്ചെണ്ണയിൽ കിടന്നിങ്ങനെ ചൂടായി വരികയാണ്. ഓക്കെ, ഇപ്പോൾ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ, നല്ല രസമാണ്, നല്ല ടേസ്റ്റിയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചിക്കൻ മസാല ഇട്ടു. ചിക്കൻ മസാല 2.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അങ്ങനെയാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് മുളക് ചേർത്തു, പച്ചമുളക് മുറിച്ചത് ചേർത്തു. പിന്നെ നമ്മൾ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ നല്ല സ്മെല്ല് വരും, അടിപൊളിയാണ്. ഇപ്പോൾ കണ്ടോ, ഒക്കെ നല്ലപോലെ മിക്സായിട്ട് ഈ ഒരു പരുവത്തിൽ. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച മാഗ്നേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ചിക്കനില്ലേ, അത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ രണ്ടും കൂടി മിക്സ് ചെയ്യണം. അടിപൊളി, കാണുമ്പോൾ തന്നെ കൊതിയാവും. നമ്മളിത് രാവിലെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ രാവിലെ അമ്മ ഇതുണ്ടാക്കി കഴിഞ്ഞ് നമ്മളെല്ലാവരും ഒത്തിരി കഴിച്ചു. അടിപൊളി ടേസ്റ്റാണ്, നല്ല അടിപൊളി കറിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉറപ്പായിട്ടും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാം മിക്സ് ചെയ്യണം അമ്മ. ഇനി അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം.
മാഗ്നേറ്റ് ചെയ്ത് വെച്ചതിൻ്റെ കുറച്ച് ആ പാത്രമില്ലേ അതിലെൻ്റെ കുറച്ച് അംശങ്ങളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അത് അതിൽ സെയിം വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്തത്. ഓക്കേ, അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് കുറച്ച് സമയം നമ്മളിങ്ങനെ ചിക്കനൊക്കെ വെന്ത് വരാൻ വേണ്ടി മൂടി വെച്ച് കാത്തിരിക്കും. അപ്പോൾ ഇതാ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്തതാണ്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചില്ലേ തേങ്ങയൊക്കെ വറുത്തിട്ട്, അത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അത് നമ്മൾ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അടിപൊളിയാണ്. ആ തേങ്ങയും മുളകും ഉള്ളിയും ഒക്കെ ചേർന്ന് വഴറ്റിയെടുത്ത് ആ നല്ല ഗോൾഡൻ കളറായ ആ സാധനമാണ് നമ്മളിപ്പോൾ ചേർത്തത്. അത് മിക്സർ ഗ്രൈൻഡറിൽ ഇട്ട് അടിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഇതിങ്ങനെ മിക്സാക്കി വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നമ്മളിപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്യാണ്. ഉഫ്, അടിപൊളിയാണ്. എനിക്ക് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു. നമ്മൾ രാവിലെ എടുത്ത വീഡിയോ ആണ്, ഇപ്പോൾ ഓൾമോസ്റ്റ് രാത്രിയായി. കറീൻ്റെ ഒരു 90% തീർന്ന് എല്ലാവരും എടുത്തിട്ട്, അപ്പോൾ എനിക്കിപ്പോൾ കൊതിയാവുക. അങ്ങനെ നമ്മളത് വീണ്ടും അടച്ച് വെച്ച് അതൊക്കെ നല്ലപോലെ മിക്സായി വീണ്ടും വെന്ത് വന്നപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് അതിൻ്റെ മേലേക്ക് കറിവേപ്പില ഇട്ട് അങ്ങനെ നമ്മുടെ കറി അടിപൊളിയായിട്ട് ആയി വന്നിട്ടുണ്ട്. കണ്ടോ, ഇടുക്കാച്ചായി വന്നിട്ടുണ്ട് നമ്മൾ കറി. അങ്ങനെ നമ്മൾ കറി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നമ്മളെ കറീൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അമ്മ അതിൽ കുറച്ച് കറിവേപ്പിലയും തക്കാളിയും പച്ചമുളകൊക്കെ വെച്ച് എന്തൊക്കെയോ ഡെക്കറേഷനൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ്.